ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം DIG ഓഫീസിൽ പോയി. എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഈ കേസ് അന്വേഷണം എങ്ങനെ പോകുന്നതാണ് മനസ്സിലാക്കുന്നത്? പോലീസ് DIGക്ക് കൈമാറിയതുകൊണ്ട്, കേസന്വേഷണം കൈമാറിയതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ DIG ഓഫീസിൽ പോയിരുന്നു. ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വന്നു. ഇന്നിപ്പോൾ ഇവിടെ അവധിയാണ്, നാളെ വരാനാണ് ഇരിക്കുന്നത്. പിന്നെ അന്വേഷണങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് ഇതുവരെയും പോയില്ലായിരുന്നു. പക്ഷേ ഇനി പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഒരു പ്രതികളെ പോലും പിടിച്ചിട്ടില്ല. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഒരു പ്രതികളെ പോലും പിടിക്കുകയോ ഒരു തെളിവ് പോലും ഹാജരാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രിൻസിപ്പൽ റൂമിൻ്റെ ആ വിഷ്വൽസ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ബാക്കി വിഷ്വൽസ് ഒന്നും കണ്ടുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം വിട്ടതിനെ എങ്ങനെയാണ് കാണുന്നത്? ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം വിട്ടത് ആദ്യം ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, പിന്നീടാണ് അന്വേഷണ കമ്മീഷൻ അവർക്ക് വിട്ടതായിട്ട് അറിയുന്നത്. പക്ഷേ അവരുടെ അന്വേഷണ സംഘം വിട്ടതിൽ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. അത് ശരിയായ ദിശയിൽ ഇനിയെങ്കിലും ആ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവന്ന്, അന്വേഷണ വിധേയരായ എല്ലാ പ്രതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളുടെ ആ നിരപരാധിത്വം, ഞങ്ങളുടെ മോൻ്റെ നിരപരാധിത്വം, ആത്മഹത്യയല്ല ചെയ്തത്. ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വീട്ടിൽ അറിയിക്കുമായിരുന്നു. കാരണമൊന്നും അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നുമല്ല. അത് പത്രക്കാരും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ ഒന്നും പറയുന്നത് പോലെ ആപ്പിലോണോ മറ്റുള്ള ബന്ധപ്പെട്ട് ഒന്നുമല്ല. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ നടപടികൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരൊറ്റ ഫോൺ കോളോ മറ്റൊന്നും വിളിച്ചതുമില്ല. മോൻ്റെ അമ്മയ്ക്ക് ഏകദേശം ആ സമയത്ത് തന്നെ മോൻ്റെ അമ്മ ഫോൺ വിളിച്ചതാണ്. പക്ഷേ ആ പ്രിൻസിപ്പാളോ മറ്റുള്ളവരോ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനൊന്നും അവർ തയ്യാറായില്ല. അപ്പോൾ കരുതിക്കൂട്ടിക്കൊണ്ടുള്ള ഒരു കൊല തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് വ്യക്തമായ തെളിവുകൾ ഇനി പുറത്ത് കൊണ്ടുവരണം. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് കൊണ്ടുവരണം. അല്ലാതെ മാധ്യമങ്ങളിലൂടെ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഈ അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് എത്ര ദിവസങ്ങളായി ഇതിൻ്റെ നീതിക്ക് വേണ്ടി ഓടി നടക്കുന്നു. അല്ലാതെ നമ്മൾ വേറെ ആരുടെയോ പിന്തുണയോ സഹായമോ ഇല്ലാതെ ചില സംഘടനകൾ, അതായത് ജനപക്ഷ നേതാക്കൾ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എന്നെ സഹായിക്കുകയാണ് ചെയ്തത്. അല്ലാതെ മറ്റുള്ള ഒരു പാരിതോഷികമോ ഒന്നും വാങ്ങാതെയാണ് ഇത്രയും നാൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അല്ലാതെ നിങ്ങളാരും കരുതുന്നത് പോലെ എൻ്റെ മോൻ്റെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ ഈ നെട്ടോട്ടം ഓടുന്നത്. ഈ കേരള സമൂഹവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നോടൊപ്പം എനിക്ക് എൻ്റെ മോന് നീതി വാങ്ങിച്ച് തരണമെന്നാണ് ഈ പിതാവിൻ്റെ അപേക്ഷ. ഹൈക്കോടതിയെ സമീപിക്കാൻ അങ്ങനെ നീക്കം നടത്തുന്നുണ്ടോ ഇന്നലെ? അതെ, ഇവിടുത്തെ നാളെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ട ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഹൈക്കോടതിയെ സമീപിക്കും. അന്വേഷണം ശരിയായ ദിശയിലല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഏത് രീതിയാണ് കാണുന്നത്? സംശയമുണ്ടോ അതിൽ അങ്ങനെ വിട്ടത്? ഇല്ല, അങ്ങനെ വിട്ടതിൽ സംശയമില്ല. പക്ഷേ കേരള പോലീസ് എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് അത് അന്വേഷണം മതിയാക്കി മറ്റൊരു ഏജൻസിക്ക് കൈമാറിയതിൽ സംശയമേ ഉള്ളൂ. അല്ല, അവർ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചതിലേ സംശയമുള്ളൂ. അതിനെന്താ കാരണം പറയുന്നത്? അതിൽ അവർ കാരണം പറയുന്നതെന്ന് പറഞ്ഞാൽ റിസൾട്ടും മറ്റുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയപരിധികൾ കൊണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി എന്നാണ് അവർ പറയുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും മാറ്റമുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? അത് സർക്കാരുകൾ വരട്ടെ, എപ്പോഴും ആലോചിക്കുക എന്താണെന്ന്. പക്ഷേ സർക്കാർ വന്നാലും ആര് വന്നാലും എൻ്റെ മോന് നീതി കിട്ടണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒന്നും പറയുന്നില്ല. അവന് ഉറപ്പായും നീതി കിട്ടണം. ഇതിൽ പോലീസ് പറയുന്നത് സംസ്ഥാനത്തിന് പുറത്ത്, ഇപ്പം കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ പോലീസ് സംഘങ്ങൾ ഈ പ്രതിക്ക് വേണ്ടി, റാമിന് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. അവരുടെ വീടുകൾ പോയി പരിശോധിക്കുന്നു, CCTV പരിശോധിക്കുന്നു എന്നൊക്കെ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലീസ് റാമിനെ പിടിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോലീസിൻ്റെ മറുപടി കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പിടിക്കുന്നില്ല എന്നങ്ങനെ കടുപ്പിച്ചല്ല പറഞ്ഞത്. കാരണം ഇത്രയും ദിവസമായിട്ട് ആ പ്രതിക്ക് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ നിരസിച്ചത് കൊണ്ട് അതിന് ശേഷം ഇത്ര ദിവസമായിട്ട് പിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് CPM ഇവിടെ വീടിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. തറക്കല്ലിടൽ ഇന്നലെ നടന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ അപ്പോൾ ഇന്നലെയും കണ്ടതല്ലേ, ഇന്നലെ ആ സമയത്തെല്ലാം ഞാൻ ഇവിടെ ആയിരുന്നു. മോൻ്റെ നീതിക്കായി ഞാൻ നേരത്തെ പറഞ്ഞില്ല, നെട്ടോട്ടം ഓടുകയാണ്. അവൻ്റെ നീതിയാണ് എനിക്ക് മെയിൻ ലക്ഷ്യം, അല്ലാതെ വീടോ മറ്റുള്ള പൈസയോ ഒന്നുമല്ല. നീതി അവന് കിട്ടണം. എന്തിനാണ് അവരെല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്തത്? അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഈ അറസ്റ്റ് വൈകുന്നത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു ആരോപണം കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. അറസ്റ്റ് വൈകുന്നതിൽ ഒരു സംശയമുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വന്നിരുന്ന് കാണാം.